നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. മരിച്ച 15 ഇന്ത്യക്കാരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവേനിയുമാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളികൾ. വീട്ടിലേക്കുള്ള വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി വൈ അൽത്താഫാണ് മരിച്ചത്. ആറ്റുവാശ്ശേരിയിലായിരുന്നു അപകടം. നാടക സംവിധായകനും അഭിനേതാവും നിർമ്മാതാവുമായിരുന്ന ബേബിക്കുട്ടൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധ നേടിയ കലാകാരനാണ് വിടവാങ്ങിയത്. വിശദമായ വാർത്തകളിലേക്ക്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. മരിച്ച 15 ഇന്ത്യക്കാരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ വിയറ്റ്നാമിൽ പൂർത്തിയായി. മൃതദേഹങ്ങൾ വിവിധ വിമാനങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് എത്തിക്കാനാണ് നീക്കം. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവേനിയുമാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളികൾ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വിയറ്റ്നാമിൽ പൂർത്തിയായി. മൃതദേഹങ്ങൾ വിവിധ വിമാനങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവേനിയുമാണ് അപകടത്തിൽ മരിച്ചത്. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. വിയറ്റ്നാമിലെ ഫൂക്കോക്കിന് സമീപമാണ് ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത്. ഹോൺമെയ് റൂട്ട് എൻഗോയ് ദ്വീപിൽ നിന്നും ആൻഡോയ് തുറമുഖത്തേക്ക് യാത്ര തിരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. യാത്ര തിരിച്ച് 400 മീറ്റർ പിന്നിട്ടതോടെയായിരുന്നു അപകടം. കടൽ പ്രക്ഷുബ്ധമായതും ശക്തമായ കാറ്റും അപകടത്തിന് കാരണമായെന്നാണ് വിവരം. ബോട്ട് തലകീഴായി മറിഞ്ഞു. സമീപത്തുണ്ടായിരുന്ന ബോട്ടുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തെത്തിയത്. പിന്നാലെ അതിർത്തി രക്ഷാസേനയും നാവികസേനയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തി. ജൂലൈ 7-നാണ് തോമസും ലൊവേനിയും വിയറ്റ്നാമിലേക്ക് യാത്ര പോയത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലഭിച്ച ടൂർ പാക്കേജിലാണ് ഇവർ യാത്ര ചെയ്തതെന്നാണ് വിവരം. മെഡിക്കൽ വ്യാപാര രംഗത്തെ പ്രമുഖരായ വിക്ടറി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറാണ് AC തോമസ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. നാടക സംവിധായകനും അഭിനേതാവും നിർമ്മാതാവുമായിരുന്ന ബേബിക്കുട്ടൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധ നേടി. 70-ലധികം നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. മലയാള നാടകരംഗത്തെ ശ്രദ്ധേയനായ നടനും സംവിധായകനും നിർമ്മാതാവുമായിരുന്ന ചവറ തേവലക്കര തൂലികയിൽ TK ഗോപിനാഥക്കുറുപ്പ് എന്ന ബേബിക്കുട്ടൻ തൂലികയാണ് വിടവാങ്ങിയത്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ടാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയത്. നിരവധി സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങൾ പ്രമേയമാക്കിയ നാടകങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ വ്യക്തിത്വമായിരുന്നു ബേബിക്കുട്ടന്റേത്. അഭിനയ രംഗത്തും സംവിധാന മികവിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1989-ൽ തൂലിക തിയേറ്റേഴ്സ് നാടക സമിതി രൂപീകരിച്ചു. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ ആദ്യമായി നാടകമാക്കി. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി വേദികളിൽ ചെമ്മീൻ അവതരിപ്പിച്ചു. 70-ലധികം നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹാസ്യതാരമായാണ് അഭിനയ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് നാടക രചനയിലേക്കും സംവിധാനത്തിലേക്കും കടന്നു. ബേബിക്കുട്ടൻ സംവിധാനം ചെയ്ത പ്രമാണി കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമായി 4000-ലധികം വേദികളിലാണ് അരങ്ങേറിയത്. 1983-ൽ ലയവിന്യാസം നാടകം മികച്ച നാടകരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടി. 2022-ൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ്, ഗാന്ധിഭവൻ കലാപുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. എന്ത് ഫംഗ്ഷൻ നടന്നാലും ശരി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സ്ഥിര സന്ദർശകരായിരുന്നു. മറ്റാരുമല്ല, വിജയണ്ണൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ. പ്രൊഫഷണൽ നാടകവേദിക്ക് മടക്കാൻ കഴിയാത്ത അതിശക്തനായ ഒരു നാടകർത്താണ്. പലതുകൊണ്ടും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു ഭാഗ്യം ചെയ്ത നാടകർത്താണ്. ഭാഗ്യം ചെയ്ത നാടകർത്ത് എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു വസന്തകാലം
എന്നുവെച്ചാൽ ഇപ്പോൾ ജനം മൊത്തം ഒരു ഉത്സവപ്പറമ്പിൽ പോലും ഇരുന്ന് നാടകം കാണാൻ കഴിയാത്ത മട്ടിൽ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടാതെ മടങ്ങിപ്പോകുന്നൊരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ അതിശക്തമായി നാടകം എഴുതാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. പിന്നെ തോപ്പിൽ വാസി, എസൽപുരം, എൻ പിള്ള എന്ന് തുടങ്ങിയ KT മുഹമ്മദ് തുടങ്ങിയ പ്രഗത്ഭരായ നാടകൃത്തുക്കളുടെ പിന്തുടർച്ചക്കാരനായി വരാൻ കഴിയുന്നതും ഒരു നല്ല ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെതായ അതിശക്തമായ നാടകങ്ങളുണ്ട്. ലയവിന്യാസം, സമാസമം, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ അതിശക്തമായ നാടകങ്ങളുണ്ട്. ഒരേ സമയം പിന്നെ സംസ്ഥാന അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ്, അതുപോലെ കേരളത്തിലെ എമ്പാടുമുള്ള ഈ പ്രൊഫഷണൽ നാടക സംബന്ധമായിട്ടുള്ള അവാർഡുകളിൽ ഏതാണ്ട് ഒട്ടുമുക്കാലും ബേബിക്കുട്ടന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജ്യേഷ്ഠാനിയൻ ബന്ധം ആദ്യം തൊട്ട് ഈ അവസാന നിമിഷം വരെയും സംരക്ഷിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. ന്യൂസ് ബ്യൂറോ, ചവറ. വീട്ടിലേക്കുള്ള വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ ചവറ പന്മന സ്വദേശി Y അൽത്താഫാണ് മരിച്ചത്. ആറ്റുവാശ്ശേരിയിലായിരുന്നു അപകടം. സുരക്ഷാ ബെൽറ്റ് ഉപയോഗിച്ചിരുന്നതിനാൽ താഴേക്ക് വീഴാതെ പോസ്റ്റിൽ തന്നെ കുടുങ്ങുകയായിരുന്നു. വീട്ടിലേക്കുള്ള വൈദ്യുതി തകരാർ പരിഹരിക്കാൻ വൈദ്യുതി തൂണിൽ കയറി സർവീസ് വയർ ശരിയാക്കുന്നതിനിടെയാണ് KSEB ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചത്. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ ചവറ പന്മന പുത്തൻചന്ത തറയിൽ പീടികയിൽ 47-കാരനായ Y അൽത്താഫാണ് മരിച്ചത്. ആറ്റുവാശ്ശേരിയിലായിരുന്നു അപകടം. സുരക്ഷാ ബെൽറ്റ് ഉപയോഗിച്ചിരുന്നതിനാൽ താഴേക്ക് വീഴാതെ തൂണിൽ തന്നെ കുടുങ്ങുകയായിരുന്നു. അരമണിക്കൂറോളം കഴിഞ്ഞ് കൊട്ടാരക്കരയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് പോസ്റ്റിൽ നിന്നും അൽത്താഫിനെ താഴേക്ക് എത്തിച്ചത്. ഉടൻ തന്നെ പുത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ആലപ്പുഴ പുന്നമടക്കായലിൽ ഓഗസ്റ്റ് 22-ന് നടക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. വള്ളം തുഴയുന്ന വേഴാമ്പലാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. പുന്നപ്ര സ്വദേശി ഹരിൻ തയ്യാറാക്കിയതാണ് ഭാഗ്യചിഹ്നം. KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്ര താരം ഭാമ ഏറ്റുവാങ്ങി. പുന്നമടക്കായലിൽ ഓഗസ്റ്റ് 22-ന് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് പ്രകാശനം ചെയ്തത്. KC വേണുഗോപാൽ MP ചലച്ചിത്ര താരം ഭാമയ്ക്ക് ഭാഗ്യചിഹ്നം കൈമാറിയായിരുന്നു പ്രകാശനം. മന്ത്രി M ലിജു മുഖ്യാതിഥിയായി. പുന്നപ്ര സ്വദേശി ഹരിനാണ് വള്ളം തുഴയുന്ന വേഴാമ്പൽ എന്ന ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത്. മാവേലിക്കര രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ അപ്ലൈഡ് ആർട്സ് ലെക്ചർമാരായ KA ഷാഹിർ, VM ബിനോയി, ആർട്ടിസ്റ്റ് സതീഷ് വാജ്പേയിൽ എന്നിവരായിരുന്നു ഭാഗ്യചിഹ്നത്തിന്റെ വിധികർത്താക്കൾ. പ്രകാശന ചടങ്ങിൽ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ ഷാജി V നായർ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ AD തോമസ്, G സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ, നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് C പ്രേംജി, RDO J മോബി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാന പോലീസ് സേനയിൽ കാലോചിതമായ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണനല്ലൂരിൽ പുതിയ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന ജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി തീർക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. സംസ്ഥാന പോലീസ് സേനയിൽ കാലോചിതമായ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണനല്ലൂരിൽ പുതിയ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പോലീസ് സ്റ്റേഷനുകളിലെത്തുന്ന ജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി തീർക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലിട്ടിരിക്കുന്ന വിവിധ കേസുകളുടെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനങ്ങൾ നീക്കം ചെയ്ത് ഓഗസ്റ്റ് 15-ഓടെ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നവീകരിക്കും. കൂടുതൽ ജനസൗഹൃദമാക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വിപുലമാക്കും. പോലീസ് സേനയുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള പദ്ധതികളും സജീവ പരിഗണനയിലാണ്. രാജ്യത്തെ പോലീസ് സേനകളിൽ ഏറ്റവും മികച്ച വേതന സേവന വ്യവസ്ഥകൾ കേരള പോലീസിലാണ്. ലഹരി വിപത്തിനെ ചെറുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചു. പൊതുജന പിന്തുണയോടെ മുന്നേറുന്ന ക്യാമ്പയിനിലൂടെ 5000-ഓളം പേരെ അറസ്റ്റ് ചെയ്തു. 4500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. 40 കോടിയുടെ ലഹരി പദാർത്ഥങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പിടിച്ചെടുത്തു.
തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന രാസലഹരിയെ ചേർക്കാൻ അവിടുത്തെ സർക്കാർ പോലീസ് സംവിധാനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയാണ്. ലഹരി വിപത്തിനെതിരെ കലാകായിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ ഈ കുട്ടികളുടെ ജീവിതം ഇങ്ങനെ പുകച്ചു കളയാനുള്ളതാണോ? അവരുടെ ഭാവിയെ പറ്റി ഓർത്ത് അമ്മമാർ വേദനിക്കുന്നു, മാതാപിതാക്കൾ വേദനിക്കുന്നു. ഇതിന് അന്ത്യമുണ്ടാകണമെന്ന് കരുതിയാണ് നമ്മൾ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചത്. കേരളത്തിൽ നിന്ന് ലഹരിയുടെ വേരറക്കുന്നത് വരെ ഈ പദ്ധതിയുമായി കേരള പോലീസ് മുന്നോട്ട് തന്നെ പോകും. എന്നോട് ഫൈസൽ കുളപ്പാടം പറയാം, രാവിലെ ഇപ്പൊ കച്ചവടം, പക്ഷെ വെളുപ്പിനെ കച്ചവടം നടത്തുകയും രാത്രി കച്ചവടം നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു. കണ്ണനല്ലൂരാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതൊന്നും രാത്രി അല്ല പകലാണ് പോലീസ് പിടിച്ചിരിക്കും. പോലീസിന് രാത്രിയും പകലൊന്നുമില്ല, അവർ പിടിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട. ഇത് അവസാനിപ്പിക്കാതെ ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് തലമുറയെ രക്ഷിക്കാനുള്ളതാണ്, നാടിനെ രക്ഷിക്കാനുള്ളതാണ്. എന്റെ തമിഴ്നാട്, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനത്തെ DGP-മാരുടെ യോഗമുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം വൈകിയത്. അതാണ് DGP വരാഞ്ഞത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും DGP-മാർ പറഞ്ഞു, കേരളത്തിലെ ഓപ്പറേഷൻ തുഫാൻ വലിയ പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ പോലും ഇതിന്റെ തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളും ഇത് പിടിക്കാൻ നിർബന്ധിതരാണ്. ഞങ്ങൾ അതുകൊണ്ട് ജോയിന്റ് ഓപ്പറേഷൻ തെക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്ന ലഹരിയെ പരിപൂർണമായി നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഇന്നുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിച്ചു. പോലീസ് സേനയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന് കൂടുതൽ പൊതുജന പിന്തുണ ഉറപ്പാക്കും. സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന രാസലഹരിയുടെ വേരറക്കാൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ യുവജന പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നത്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാംവർഗീസ്, വൈസ് പ്രസിഡന്റ് ഗായത്രി ദേവി, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന നസുമുദ്ദീൻ ലബ്ബ, വൈസ് പ്രസിഡന്റ് R ശൈലജ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കുളപ്പാടം, സുമലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലാവണ്യ സജീവ്, മുബീന, S മഹേശ്വരി, ആസാദ്, തിരുവനന്തപുരം റേഞ്ച് DIG J ഹിമേന്ദ്രനാഥ്, കൊല്ലം അഡീഷണൽ SP JK ദിനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊതു ഉത്സവ പരിപാടികളിൽ യുവതയുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഓഗസ്റ്റ് 28-ന് നടക്കുന്ന ശ്രീനാരായണ ട്രോഫി കന്നേറ്റി വള്ളംകളിയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജലോത്സവത്തിലേക്ക് പരമാവധി കാണികളെ എത്തിക്കാൻ വിപുലമായ പ്രചാരണ പരിപാടികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവതയുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്നും അതിലൂടെ ലഹരിയും ഇതര സാമൂഹിക വിപത്തുകളിൽ നിന്നും വഴിതിരിച്ചുവിടാമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ഓഗസ്റ്റ് 28-ന് നടക്കുന്ന ശ്രീനാരായണ ട്രോഫി കന്നേറ്റി വള്ളംകളിയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നാടിന്റെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും വിളിച്ചോതുന്ന കന്നേറ്റി ജലോത്സവം പ്രാദേശിക വികസന സാധ്യതകളും വിപുലമാക്കും. ഇത്തരം ഉത്സവങ്ങളിലൂടെ രൂപപ്പെടുന്ന പൊതുകൂട്ടായ്മ നാടിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്കും കാരണമാകും. ജലോത്സവത്തിലേക്ക് പരമാവധി കാണികളെ എത്തിക്കാൻ വിപുലമായ പ്രചാരണ പരിപാടികൾ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും അധ്വാനശീലവും മുൻനിർത്തിയുള്ള ഒരു കായിക വിനോദം കൂടിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വള്ളംകളികൾ നമ്മുടെ അഭിമാനമായി മാറിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വള്ളംകളിയാണ് കന്നേറ്റി വള്ളംകളി. ജില്ലയിൽ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ്. ഈ വള്ളംകളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ കൂട്ടായ്മയുടെയും സാഹോദര്യത്തിന്റെയും കൂടി പ്രതീകമാണ്. ഇന്ന് വള്ളംകളിയുടെ ഓഫീസ് ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. ഇതൊരു ഓഫീസ് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ അണിനിരത്തുവാനുള്ള ഓഗസ്റ്റ് മാസം 28-ാം തീയതി അല്ലേ 28-ാം തീയതി നടക്കുന്ന ഈ പരിപാടിയിൽ ഇവിടെയും പരിസര പ്രദേശത്തും ഉള്ള വള്ളംകളി പ്രേമികൾ അടക്കമുള്ള ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. തുടർന്ന് കഴിഞ്ഞ വർഷത്തെ വള്ളംകളിയിൽ 1ാം സ്ഥാനം ഫോട്ടോ ഫിനിഷിലൂടെ പങ്കിട്ടു നേടിയ സംഘം കന്നേറ്റി ബോട്ട് ക്ലബ് ക്യാപ്റ്റൻ നാസർ പോച്ചയിലിന് മന്ത്രി എവർ റോളിംഗ് ട്രോഫി കൈമാറി. CR മഹേഷ് MLA അധ്യക്ഷനായി. ജലോത്സവ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ഈ വിശാലമായ നെഹ്റു ട്രോഫിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ പവലിയൻ ഉള്ള വള്ളംകളിയും നമ്മുടെ വള്ളംകളിയാണ്. അങ്ങനെ ഒരു നാടിൻ്റെ ചരിത്രം, സംസ്കാരം, കായിക വിനോദം ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന
ഓണാട്ടുകരയുടെ ഏറ്റവും വലിയ ആള് കൂടുന്ന ആവേശകരമായ നമ്മുടെ 86ാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്വാഗത സംഘത്തിൻ്റെ ഓഫീസ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള നമുക്കൊക്കെ കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പി സോമരാജൻ, വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ, ജില്ലാ പഞ്ചായത്ത് അംഗം നജീബ് മണ്ണേൽ, പന്മന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊണ്ടോടിയിൽ മണികണ്ഠൻ, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജലോത്സവ കമ്മിറ്റി ജനറൽ ക്യാപ്റ്റൻ എസ് പ്രവീൺ കുമാർ, നഗരസഭാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജലോത്സവ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 15 ലക്ഷം രൂപയുടെ വ്യാജ സിഗരറ്റ് ശേഖരം പിടികൂടി. സംഭവത്തിൽ ഇരവിപുരം സ്വദേശികളായ 2 പേർ പിടിയിൽ. പ്രമുഖ കമ്പനികളുടെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ സിഗരറ്റ് നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിവരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 15 ലക്ഷം രൂപയുടെ വ്യാജ സിഗരറ്റ് ശേഖരം പിടികൂടി. ഇരവിപുരം വടക്കുംഭാഗം പനമൂട്ടിൽ നഗറിൽ തോമസ് വില്ലയിൽ ജോസ് പ്രകാശ്, ഇരവിപുരം കമ്പിക്കട്ടഴികം പത്മശ്രീ വീട്ടിൽ പ്രശാന്തൻ എന്നിവരുടെ വീട്ടിൽ നിന്നാണ് വ്യാജ സിഗരറ്റുകൾ പിടികൂടിയത്. പ്രമുഖ കമ്പനികളുടെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു. ജോസ് പ്രകാശിന്റെ വീട്ടിൽ നിന്നും 12 ലക്ഷം രൂപയുടെ സിഗരറ്റും ഇയാളിൽ നിന്നും വാങ്ങിയ പ്രശാന്തന്റെ വീട്ടിൽ നിന്നും 3.5 ലക്ഷം രൂപയുടെ വ്യാജ സിഗരറ്റുമാണ് പോലീസ് പിടികൂടിയത്. പ്രമുഖ സിഗരറ്റ് കമ്പനികളുടെ ജീവനക്കാരെ എത്തിച്ച് വ്യാജനാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് പ്രതികളെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ പലകകൾ ദ്രവിക്കുന്നു. 2 വർഷത്തിലധികമായിട്ടും മാറ്റി സ്ഥാപിക്കാൻ നടപടിയില്ല. 10 വർഷം മുമ്പ് 1.35 കോടി രൂപ മുടക്കിയാണ് പാലം പുനരുദ്ധരിച്ചത്. സഞ്ചാരികൾക്കായുള്ള ഇരിപ്പിടങ്ങളും ജീർണാവസ്ഥയിലാണ്. 10 കൊല്ലം മുൻപ് 1.35 കോടി രൂപ മുടക്കി പുനരുദ്ധരിച്ച പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിലെ പലകകൾ ദ്രവിക്കുന്നു. കല്ലടയാറ്റിനു കുറുകെയുള്ള പാലത്തിലെ പലകകൾ ദ്രവിച്ചു തുടങ്ങിയിട്ട് 2 വർഷത്തിലധികമായെങ്കിലും മാറ്റി സ്ഥാപിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. കുട്ടികൾ ഉൾപ്പെടെ ഓടിക്കളിക്കുന്ന പാലത്തിലാണ് ഈ സ്ഥിതി. പ്രത്യേക സാങ്കേതിക വിദ്യയിലൂടെ സംസ്കരിച്ച ജലാംശം നീക്കിപ്പാകിയ കമ്പക പലകകളാണ് ദ്രവിക്കുന്നത്. നടപ്പലകകളിൽ പലയിടത്തും ദ്വാരം വീണു. പാലത്തിന്റെ കൈവരിയോട് ചേർന്ന തടികൊണ്ടുള്ള വീൽ ട്രാക്കിലും ചിലയിടത്ത് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2016 പാലം പുനരുദ്ധരിച്ചപ്പോൾ പാകിയ പലകകളാണിത്. അന്ന് വനത്തിൽ വീണുകിടന്ന കമ്പക മരങ്ങളാണ് ഉപയോഗിച്ചത്. തടി ദീർഘനാൾ വെള്ളത്തിൽ കിടന്നതിനാലും നിരന്തരം മഴയും വെയിലും ഏൽക്കുന്നതിനാലും നശിക്കാതിരിക്കാനാണ് പ്രത്യേക സാങ്കേതിക വിദ്യയിലൂടെ ജലാംശം നീക്കി സംസ്കരിച്ചത്. എന്നാൽ 10 വർഷം തികയും മുൻപേ പലകകൾ ദ്രവിച്ചു തുടങ്ങി. 2016 നവീകരണത്തിന് ശേഷം 2018 2023 പുരാവസ്തു വകുപ്പ് പാലം പുനരുദ്ധരിച്ചെങ്കിലും കേടുവന്ന പലകകൾ പൂർണ്ണമായി മാറ്റി സ്ഥാപിച്ചില്ല. പകരം ദ്രവിച്ച പലകകൾക്ക് മീതെ പുതിയത് സ്ഥാപിക്കുകയായിരുന്നു. നിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ പലകകളിൽ കാൽത്തട്ടി സന്ദർശകരും കുട്ടികളും വീഴുന്നുണ്ട്. ഇരുട്ടു വീണാൽ പാലത്തിലെ എല്ലാ വിളക്കുകളും തെളിയാത്തതിനാൽ ഉയർന്നു നിൽക്കുന്ന പലകകൾ കാണാനുമാകില്ല. സന്ദർശകർക്കായുള്ള ഇരിപ്പിടങ്ങളും ജീർണിച്ച അവസ്ഥയിലാണ്. മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. 1877 കല്ലടയാറ്റിനു കുറുകെ സ്കോട്ടിഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച പാലമാണിത്. 400 അടി നീളത്തിലും 20 അടി വീതിയിലുമായി ചങ്ങലകളിൽ തൂങ്ങിക്കിടക്കും വിധം നിർമ്മിച്ച പാലം 149 വർഷത്തിന് ശേഷവും എഞ്ചിനീയറിംഗ് വിസ്മയമായി നിലകൊള്ളുന്നു. 1974 ഇതിനോട് ചേർന്ന് കോൺക്രീറ്റ് പാലം നിർമ്മിക്കും വരെ തൂക്കുപാലത്തിലൂടെയായിരുന്നു ഗതാഗതം. പിന്നീട് സംരക്ഷണമില്ലാതെ നശിച്ച തൂക്കുപാലം 1990 പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. 10 വർഷത്തിന് ശേഷം 35 ലക്ഷം മുടക്കി നടത്തിയ ആദ്യ നവീകരണം അഴിമതിയിൽ മുങ്ങി. പിന്നീടാണ് 2016 നവീകരിച്ചത്. വിദേശ സന്ദർശകരുൾപ്പെടെ പാലം കാണാൻ എത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിട്ടും ഇന്ധന വിലയിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. SDTUവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.
ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുത്തനെ താഴോട്ട് പോയിട്ടും ഇന്ത്യൻ വിപണിയിൽ പെട്രോളിനും ഡീസലിനും വിലയിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് SDTU ജില്ലാ പ്രസിഡന്റ് സിയാദ് കുട്ടി ചാത്തനാംകുളം പറഞ്ഞു. ഇന്ത്യൻ വിപണിയിൽ പെട്രോളിനും ഡീസലിനും വിലയിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് SDTU ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകളുടെ താൽപര്യം കുത്തക കമ്പനികൾക്കും ലാഭം കൊയ്യാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഭരണം ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇത് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നതിന്റെ കാരണമായിട്ടാണ് ഇവിടെ വില വർദ്ധിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാരുകൾ. നമുക്കറിയാം, 2000 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ക്രൂഡ് ഓയിലിന്റെ വില 90 ബാരലിന് 90 കടന്നപ്പോൾ അന്ന് 68 രൂപ മാത്രമായിരുന്നു പെട്രോളിന്റെ വില എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. SDTU ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് അയത്തിൽ, ജില്ലാ ട്രഷറർ താജുദ്ദീൻ കേരളപുരം, ജില്ലാ സെക്രട്ടറി നൌഷാദ് ചന്ദ്രത്തോപ്പ്, ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുട്ടയ്ക്കാവ്, ഏരിയ പ്രസിഡന്റ് നിസാർ അയത്തിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എല്ലാ തൊഴിലിലും ജീവനക്കാർക്ക് മിനിമം വേതനം ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കേരള അംഗനവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന നേതൃത്വ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അംഗനവാടി ജീവനക്കാർക്ക് മികച്ച തൊഴിൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ തൊഴിലിലും ജീവനക്കാർക്ക് മിനിമം വേതനം ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കേരള അംഗൻവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന നേതൃത്വ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അംഗൻവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുകയും അംഗൻവാടികളെ സ്മാർട്ട് ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് മന്ത്രി പറഞ്ഞു. ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അർഹമായ അവകാശങ്ങൾ നൽകും. അംഗൻവാടി ജീവനക്കാർക്ക് മികച്ച തൊഴിൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓരോ സ്ഥലത്തും അംഗൻവാടി മന്ത്രി ആയതുകൊണ്ട് ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ അംഗൻവാടി വിളിച്ചുകൊണ്ട് പോയി കാണിക്കും. പൊട്ടിയ കെട്ടിടങ്ങള്, വാടക കെട്ടിടങ്ങള്, സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കാണുന്നത് ഒരു എല്ലാ ബഹളത്തിൻ്റെ ഇടയിലും ഒരു മുറി അംഗൻവാടി എന്ന് പറയുന്നത് വളരെ പ്രയാസം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ മുഴുവൻ അംഗൻവാടികളെ കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്വന്തം കെട്ടിടം ഉള്ളതും കെട്ടിടം ഇല്ലാത്തതും അത്തരം കാര്യങ്ങൾ കണക്കെടുത്തിട്ട് എത്രയും പെട്ടെന്ന് സ്വന്തം കെട്ടിടം ലഭ്യമാക്കാൻ ഉള്ള വഴി, അതോടൊപ്പം അംഗൻവാടികൾ സ്മാർട്ടാക്കാൻ. ഇപ്പം കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊരു വിഷയം ഉണ്ടായല്ലോ, ഒരു അംഗൻവാടി ജീവനക്കാരിയുടെ മകൻ കാര്യം ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ. അതിൽ നിർബന്ധമായും നിങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പഴയ കാലമല്ല, ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ വളർത്തുന്നത്. അതുകൊണ്ട് അവരുടെ സുരക്ഷിതത്വത്തിന് നമ്മുടെ സുരക്ഷിതത്വത്തേക്കാൾ വളരെ പ്രാധാന്യം കൊടുത്ത് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ അതുകൊണ്ട് സ്മാർട്ട് അംഗൻവാടി ആക്കുന്നതിന് അതിലൊരു സുരക്ഷിതത്വത്തിലൊരു പ്രധാന ഘടകമുണ്ട്. മേയർ AK ഹഫീസ് മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ ID കാർഡ് വിതരണം നിർവഹിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണവേണി G ശർമ്മ, ഷീല H, മായ പ്രദീപ്, ബിന്ദിയ തമ്പുരാൻ, ശാന്താകുമാരി അമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. മരിച്ച 15 ഇന്ത്യക്കാരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവേനിയുമാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളി. വീട്ടിലേക്കുള്ള വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റു മരിച്ചു. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി Y അൽത്താഫാണ് മരിച്ചത്. ആറ്റുവാശ്ശേരിയിലായിരുന്നു അപകടം. നാടക സംവിധായകനും അഭിനേതാവും നിർമ്മാതാവുമായിരുന്ന ബേബിക്കുട്ടൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധ നേടിയ കലാകാരനാണ് വിടവാങ്ങിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.